പണ്ടത്തെ വെക്കേഷനൊക്കെ പോലെ തന്നെയാണ് എനിക്ക് നമ്മുടെ കുട്ടികളെയും ആ ഒരു എന്താ പറയുക, നമ്മൾ ചെറുപ്പത്തിൽ മീൻ പിടിക്കാൻ പോയതും അല്ലെങ്കിൽ കോഴിക്കോട്ടിൽ നിന്ന് മുട്ട എടുത്തിട്ട് വന്നിട്ടുള്ളതും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ. പിന്നെ നമ്മൾ ആ കണ്ണ് നീർത്തുള്ളിയില്ലേ, ഓരോ നാട്ടിലെ ഓരോന്നാന്ന് തോന്നുന്നു പറയുന്നത്. നമ്മൾ ഈ മഴയൊക്കെ പെയ്ത് കഴിയുമ്പം ഒരു ഇലയിൽ ഇങ്ങനെ ഒരു ഡ്രോപ്പ് പോലെ ഒരു സാധനം ഇരുന്നിട്ട് അത് കണ്ണിൽ വെക്കുമ്പോൾ നല്ല തണുപ്പുള്ള, ഇതൊക്കെ 90s കിഡ്സിന് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് എൻ്റെ പിള്ളേരെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ. അപ്പോൾ എന്തായാലും നാട്ടിൽ ചെല്ലുമ്പം ഈ ചോറൂണിൻ്റെ ബഹളങ്ങളൊക്കെ ആയിരുന്നു ആദ്യം. കുറേ അമ്പലങ്ങളുണ്ടായിരുന്നല്ലോ, എല്ലാം നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മളിപ്പം ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഉള്ളത്. അവിടെ ഈ കോഴികളൊക്കെ ഉണ്ട്. ഇപ്പം ഇപ്പോഴത്തെ പുതിയൊരു സിസ്റ്റം ഉണ്ടല്ലോ, മുട്ട ഇങ്ങനെ ഉരുണ്ട് വരുന്നു, അങ്ങനത്തെ ആ ഒരു കോഴിക്കോടൊക്കെ അവിടെ ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് മുട്ടയൊക്കെ കാർത്തി മിക്കവാറും മുട്ട എടുത്ത് പൊട്ടിച്ചിട്ടൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു നല്ല ചൈൽഡ്ഹുഡ് മെമ്മറീസിൽ ഇങ്ങനെ വെക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഉള്ള പിള്ളേർക്കൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ, പിന്നെ പ്രത്യേകിച്ചും പുറത്തൊക്കെയാണ് ഈ കാനഡയിലും അവിടെ ഇവിടെയൊക്കെ ഉള്ള പിള്ളേർക്കൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് നാട്ടിൽ ചെല്ലുമ്പം. എന്തായാലും ഈ മീൻ പിടിക്കലും വെള്ളത്തിൽ ചാടലും ഒക്കെയാണ് കാർത്തിമോനും ഭയങ്കര ഇഷ്ടം, എനിക്കും. അപ്പോൾ ചെന്നപ്പോൾ നമുക്ക് നാത്തൂനും കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ എല്ലാവരെയും കൂടെ കൂട്ടിയിട്ട് മീൻ പിടിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് രാവിലെ തൊട്ട് മണ്ണാരെ തപ്പലും ചൂണ്ട ഉണ്ടാക്കലും ഒക്കെ ആയിരുന്നു. നമ്മൾ കുറച്ച് ചൂണ്ട വാങ്ങിയിട്ട് വന്നു. എന്നിട്ട് എല്ലാവരും കൂടെ എന്താ പറയുക, നാത്തൂന് എനിക്ക് കുറച്ച് മണ്ണരയൊക്കെ ചെടിച്ചട്ടിയിൽ നിന്ന് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ എടുത്ത് തന്നു. സുരേഷിട്ടൻ കണ്ടിലായിരുന്നു കോർക്കുന്നത്. ഞങ്ങളാവുന്ന അവിടെയൊക്കെ കുറേ മണ്ണരയൊക്കെ തപ്പിയൊക്കെ നടന്നു. കുറച്ചൊക്കെ കിട്ടി. പത്തനാപുരത്തെ വീട്ടിൽ നമ്മൾ ആ പിടിക്കുമ്പോൾ കിട്ടുന്ന പോലെയുള്ള കൊഴുത്ത നല്ല ഭയങ്കര വലുപ്പമുള്ള മണ്ണരയൊന്നും ഇവിടെ ഞാൻ കണ്ടില്ല. ഇവിടെ കുറച്ചുകൂടെ ചെറിയ മെലിഞ്ഞ കുറേ മണ്ണരകളൊക്കെയാണ് കിട്ടിയത്. പക്ഷെ എന്നാലും കുറേ നേരം വെയിറ്റ് ചെയ്ത് നമ്മുടെ പറമ്പിൽ തന്നെ പോയിട്ട്, ഇത് നമ്മുടെ വീടിൻ്റെ തന്നെ അടുത്ത് നമ്മുടെ പറമ്പിലെ കുളമാണ്. അപ്പോൾ ഇവിടെ നേരത്തെയൊക്കെ നല്ലതായിരുന്നു. ഇവരൊക്കെ ഇവിടെ നീന്തൽ പഠിച്ചതുമൊക്കെ. ഇവിടെ നല്ല ആഴമാണ്, ഞാൻ ഇറങ്ങിയിട്ടേ ഇല്ല. അപ്പോൾ കണ്ടില്ലേ, കസിൻസ് എല്ലാവരും കൂടെ കൂടിയിട്ട് അവർക്കൊരു ഭയങ്കര ഒരു നല്ല സമയങ്ങളാണ് ഇനിയും കാണാനായാലും. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാനിതെല്ലാം വീഡിയോ ആയിട്ട് എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ കുറേ നേരം മീൻ പിടിക്കാൻ നിന്ന് പിള്ളേരെയും കൊണ്ട്, ആർക്കും അത്ര പേഷ്യൻസ് ഇല്ലല്ലോ, ബഹളം വെക്കുകയൊക്കെ ആയ കാരണം മീനൊന്നും കിട്ടിയില്ല. പിന്നെ ഞങ്ങളെല്ലാവരും അങ്ങോട്ടൊന്ന് മാറിയപ്പം സുരേഷ് ഏട്ടനും ചേച്ചിയും കൂടെ കുറച്ച് നേരം അവിടെ നിന്നപ്പോൾ കിട്ടിയ ഒരു മീനിനെയാണ് കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇത്രയും ഒരു 3-4 മണിക്കൂറല്ല, മോർണിംഗ് തൊട്ട് നമ്മൾ അവിടെ നിന്നിട്ട് നമുക്ക് ആകെ കിട്ടിയത് ഒരു മീനെയാണ്. അപ്പോൾ പിന്നെ നമ്മൾ കുറേ നേരം കൂടെ ഇവിടെ നിന്ന് കാർത്തിമോനെ എങ്ങനെയാണ് ചൂണ്ടയിടുന്നതെന്നും ഇങ്ങനെയൊക്കെയാണ് അതായതാന്നൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരമൊക്കെ ഇട്ട് നിന്ന്, പിള്ളേർക്കും ഒരു രസമല്ലേ, ഇപ്പം കിട്ടും എന്നൊക്കെ നോക്കി നിന്ന്. അതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മീൻ പിടിക്കാനൊക്കെ പോകണമെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ പേഷ്യൻസ് വേണമെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. പിന്നെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ മീനുകളൊക്കെ കുറവായിരുന്നു, കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഉള്ളൂ. ഇതെല്ലാം ഈസിയാണ് നമ്മൾ തോർത്തിട്ടിട്ട് പിടിക്കാമെങ്കിലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇവിടെ വെള്ളത്തിൽ നമുക്ക് നല്ല ആഴം ആയതുകൊണ്ട് അങ്ങനെ ഇറങ്ങി 2 പേർക്ക് ഇറങ്ങി നിന്നൊന്നും പറ്റത്തില്ല, നീന്തലൊക്കെ അറിയണം. എന്തായാലും നമ്മൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയും കുറേ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നും ചൂണ്ടയിട്ട് കുറേ നേരം അവിടെയൊക്കെ നിന്നൊക്കെ നോക്കി. ചൂണ്ട ഇടും, ചിലപ്പോൾ ആ ചൂണ്ടയുടെ അതോടെ കൊത്തിക്കൊണ്ട് മീൻ അങ്ങ് പോവും. അങ്ങനെയൊക്കെ പിന്നെ ഇങ്ങനെ വീശി എറിയുമ്പോഴത്തേനും അതൊക്കെ അങ്ങ് പോവുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് മണ്ണരയും കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ വിചാരിച്ചെങ്കിൽ സ്ഥലം ഒന്ന് മാറ്റി പിടിക്കാമെന്ന്. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് പിന്നെ നടന്ന് വല്യച്ഛൻ്റെ പറമ്പുണ്ട്, അവിടേക്ക് പോയി. അവിടെ ഒരു കുളമുണ്ട്. അവിടെ ഇപ്പം ഭയങ്കര ഇഷ്ടം പോലെ മീൻ കാണുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറേ നേരമായി. അച്ഛൻ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആരോ അതുവഴി പോയവരും നമ്മളോട് വന്ന് പറഞ്ഞു, നിങ്ങളെ വീട്ടിൽ അന്വേഷിക്കുന്നുണ്ട്, വേഗം ചെല്ലാനൊക്കെ. നമ്മളിതെല്ലാം മൈൻഡ് ചെയ്യുമോ, നമ്മളിങ്ങ് പോരുന്നു. അപ്പോൾ എന്ത് രസമല്ലേ സ്ഥലമൊക്കെ കാണാൻ. നിറയെ കവുങ്ങും. നമ്മൾ കൊല്ലമാണല്ലോ, ഞാൻ പത്തനാപുരം തൃശ്ശൂരും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ്. വർത്തമാനത്തിലായാലും ഭക്ഷണത്തിലായാലും സ്ഥലമായാലും എല്ലാം കൊണ്ടും ഭയങ്കര വ്യത്യാസമാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുക, അടുത്ത കുളത്തിൽ നമ്മൾ വന്നു മീൻ പിടിക്കാനായിട്ട്. ഇവിടെ വന്നപ്പോൾ നിറയെ തവളകളും ചെളിവെള്ളവും. പക്ഷേ പിന്നെ അവിടെ മണ്ണര തപ്പലാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ രാവിലെ പറഞ്ഞു, അങ്ങനെ മണ്ണര പിടിക്കാനെങ്കിൽ ഇതൊക്കെ ഒന്ന് എടുത്ത് കിളയ്ക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ പിന്നെ ഇത്രയും സമയമൊക്കെ ആയി മീനെയൊന്നും കിട്ടിയില്ല. പിന്നെ ഇവർ മാത്രമല്ല, നമുക്ക് ചെറിയൊരാൾ വീട്ടിലുണ്ട്. കൺമണിയെ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾ മീൻ പിടിക്കാൻ എന്ന് പറഞ്ഞ് കാലത്തിറങ്ങിയതാണ്. പിള്ളേർക്കും വിശക്കാനൊക്കെ തുടങ്ങി. എന്തായാലും ഇതോടെ പിള്ളേരുടെ ആഗ്രഹവും തീർന്നു, ഞങ്ങളുടെ ആഗ്രഹവും തീർന്നു. നല്ല വെയിലുമാണ്. നമുക്കിനി വേഗം തന്നെ വീട്ടിൽ കൺമണിയുടെ അടുത്തോട്ട് പോകാം. അപ്പോൾ അത്രയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റ, ബൈ, സീ യു.